ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. റംസാനൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്ന കാര്യത്തിൽ കുറച്ച് മടിയാണ്. മടി വെച്ചാൽ കുറച്ചൊരു താല്പര്യക്കുറവ് ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഷോർട്സുകളൊന്നും ഇടുന്നില്ല. കാര്യമായിട്ട് കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ ഇടേണ്ട ആ വീഡിയോ ഞാൻ ഇട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് മാത്രമായതുകൊണ്ടല്ല, നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക, ഇസ്രായേൽ, ഇറാന് ഇങ്ങനെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇതുവരെ നമ്മൾ യു എയിൽ എല്ലാവരും സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഷാർജയിലുള്ളത്. അപ്പോൾ മറ്റ് വീഡിയോകളും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് സെർച്ച് ചെയ്യാനെന്നുള്ളത് മൈൻഡ് ആയില്ല. എല്ലാവരും ന്യൂസിൽ ഇരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ, ഷാർജ അൽദെയ്ദിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു പള്ളിയാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. ഈ പള്ളിയിൽ വന്നതാണ്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു പള്ളിയാണ്, പക്ഷേ ഈ പള്ളി ഒരു പ്രത്യേക പള്ളിയാണ്. അൽ നാസർ മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഈ എൻ്റെ പുറകിൽ പോകുന്ന ഈ റോഡ് അൽദെയ്ദ് റോഡാണ്. ഈ റോഡിൽ നിന്ന് കയറിയാലാണ് ഈ ഒരു മോസ്ക് ഉള്ളത്. ഇതിപ്പോൾ ഈ റംസാനിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ നേരെ കാണുന്നത് അൽദെയ്ദ് റോഡാണ്. ഷാർജയിൽ ഈ റോഡിൽ നിന്ന് കയറിയാലാണ് നമ്മുടെ ഈ ഒരു മോസ്ക് ഉള്ളത്. മസ്ജിദ് അൽ നാസർ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഫുള്ള് ഗ്ലാസ് കവർ ചെയ്തിട്ടുള്ള ഒരു മോസ്കാണ്. ഇത് ഒരു താഴികക്കുടം ആണ് ഇതുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. 20 മീറ്റർ വീതിയിലും ഒരു 16 മീറ്റർ ഉയരത്തിലുമാണ് ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത്. 80% ഗ്ലാസ്സിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. പള്ളിയുടെ പുറകു ഭാഗത്ത് അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്, ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പാർക്കിംഗ് ഏരിയകളാണ്. ഇവിടുന്ന് ഒരു സ്ഥലം, ഈ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഈ പള്ളിയിൽ ഇരുന്നാൽ അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റും നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ. പള്ളി ഇപ്പോൾ ഈ റംസാനിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. റംസാൻ ആദ്യത്തിലാണ് ഈ പള്ളി ഓപ്പൺ ആക്കിയത്. പക്ഷേ നല്ല ഭംഗിയിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്തും പുല്ലും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തും ചെറുതായിട്ട് പാർക്കിംഗ് ഉണ്ട്. കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിലാണ് കൂടുതൽ പാർക്കിംഗ് ഉള്ളത് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ളൊരു സംഭവമാണ് കണ്ടോ. ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചായയോ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇരിക്കാനുള്ളൊരു ഉണ്ടാക്കി. ഈ പള്ളിയോട് ചേർന്നിട്ട് ഞാനിത് കണ്ടപ്പോൾ ഇത് ഒന്നു കൊടുക്കുന്ന സ്ഥലമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഒന്നു കൊടുക്കുന്ന സ്ഥലമല്ല, ഇത് മറ്റൊരു പള്ളിയാണ്. അതായത് ഈ പള്ളി ഇപ്പോൾ ചെറുതാണല്ലോ. അപ്പോൾ ഇതിൽ ആൾ കൂടുകയാണെങ്കിൽ ആൾക്കാർക്ക് ഈ പള്ളിയിലേക്ക് കയറിയിട്ട് നമസ്കരിക്കാനുള്ള ഒരു ഇതാണ്. ഇതിന് മേലെ ഗ്ലാസ് അല്ല, പക്ഷേ ഗ്ലാസിൻ്റെ രീതിയിൽ ആ ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പഴയകാല പള്ളിയാണ്. പഴയകാല അതിന് ആ ഒരു കളർ ടോണൊക്കെ കൊടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ ആ പഴയ മരത്തിൻ്റെ ആ കളറൊക്കെ കൊടുത്തിട്ട് ഒരു നല്ല ഡോറ്, പഴയകാല മരത്തിൻ്റെ ഒരു കൊത്തുപണികളൊരു ഡോറാണ്. അൽ നാസർ മോസ്ക്, അതന്നെ അൽ നാസർ അതിൻ്റെ പേരും കൊടുത്തിട്ടുള്ളത്. സെയിം പള്ളി തന്നെ. ഈ പള്ളിയിൽ ഇരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൂര്യാസ്തമയം, അപ്പുറത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ആ സമയത്തിന് ഞാൻ പള്ളിയിൽ കയറി ഇരുന്നിട്ട് പള്ളിയുടെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ പള്ളിയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വണ്ടി പാർക്കിങ് കണ്ട സ്ഥലം ഒന്ന് ബാക്കും ഒന്ന് ഒരു സൈഡിലെ ഭാഗമാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് എന്നുള്ളത്. നല്ല ബാക്കിൽ സൂര്യനും അതിൽ പ്രതിഫലിച്ച് നിൽക്കുന്ന ആ ഒരു പള്ളിയുടെ ഒരു രൂപം ഒക്കെ വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി പള്ളിയുടെ കൂടുതൽ ഭംഗി കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണം. മാഷാ അല്ലാഹ് എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ അങ്ങനെ വാട്ടർ ചെറിയ രീതിയിലുള്ള അത് സെറ്റ് ചെയ്തു. ഒരു ഒഴിഞ്ഞ സ്ഥലം, അവിടെയാണ് ഈ ഒരു പള്ളി നിൽക്കുന്നത്. വർഷം 2020 കണ്ട 17/2/2026 വഖഫ് ചെയ്തുള്ള ഒരു സമയം. അപ്പോൾ ഈ റമദാൻ സ്റ്റാർട്ടിങ്ങിലാണ്, അത് റമദാൻ 1-നാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ഒന്നു കൊടുക്കുന്ന പിന്നെ വാഷ്റൂമൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് സല്ലാജ വെച്ചിട്ടുണ്ട്. അത് എല്ലാ പള്ളികളിലും ഇതിലൊക്കെ ഉണ്ടാവും. ഫുഡ്, വെള്ളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും. നമുക്കെടുത്ത് കുടിക്കാം. ഇവിടെ നമുക്ക് വെള്ളം സുഖ്യമായത്, ഇത് വെള്ളം കുടിക്കാനുള്ളതാണ്. ഇവിടുന്ന് വെള്ളം
കുടിക്കാനുള്ള പൈപ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒതു കൊടുക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് ഒതു കൊടുക്കുന്ന സ്ഥലം. ചെറിയൊരു സ്ഥലമാണ്. അവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒതു കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പള്ളിയുടെ പുറത്തുള്ള കാര്യങ്ങൾ. ഇനി പള്ളിയുടെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചില്ല, പുറത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിവിടെ പുറത്തിരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം വെള്ളമാണ് പള്ളിയിൽ നിന്ന് കിട്ടിയത്. ബാക്കി അല്ലറ ചില്ലറ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റി എൻ്റെ കൂടെ ഇന്ന് ഈ പള്ളി വീഡിയോ എടുക്കാൻ കൂടെ വന്ന നമ്മുടെ അസനാർക്ക അത് കിട്ടിയേ ലെമനപ്പ്, എന്താ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സും ലെമനപ്പും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത് ഇവിടെ ഗ്രോസറി ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നോമ്പ് തുടങ്ങുമ്പോൾ ഇവിടെ ഫുഡൊക്കെ കൊടുത്തിരുന്നു, നോമ്പ് തുറക്കാൻ വരുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതൊക്കെ നിർത്തി വെച്ചതാണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നു. ബാങ്ക് വിളിക്കാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ പള്ളി ഇങ്ങനെ ഒരു പുതിയതായി പള്ളി, ഒരു വെറൈറ്റി പള്ളി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പള്ളിയിലേക്ക് വന്നത്. നമ്മൾ സാധാരണ കാണുന്ന പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിപ്പം കൊണ്ടല്ല, ഒരുപാട് വലിയ പള്ളികളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ പള്ളികളും വലിയ സജ്ജീകരണങ്ങളൊക്കെ ഉള്ള വലിയ അടിപൊളി പള്ളികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പള്ളി ചെറിയ പള്ളിയാണ്. പക്ഷേ ഫുള്ള് ഗ്ലാസ്, 80% ഗ്ലാസ്സിനാൽ മൂടപ്പെട്ട് നമുക്ക് പകലൊക്കെ ഫുള്ള് വെളിച്ചം ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ആ സൂര്യാസ്തമയൊക്കെ കണ്ടപ്പോൾ സൂര്യൻ ഏകദേശം അസ്തമിച്ചു നമുക്ക് ആ പള്ളിയിലിരുന്നിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കുറേ മേഘങ്ങൾക്കപ്പുറം പോയത് കൊണ്ട് കറക്റ്റ് നമുക്കത് കാണില്ല. എന്തായാലും ആ ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു വ്യത്യസ്തത, അതാണ് ഞാൻ ഈ പള്ളി വന്ന് എടുക്കാൻ കാരണം. പ്രത്യേകിച്ച് റമദാനാണ്. അപ്പോൾ റമദാനിക്ക് നമ്മൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ബെറ്റർ ഇതുപോലെയുള്ള പള്ളിയും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഷാർജ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും ഈ പള്ളിയിലൊന്ന് കയറിയിട്ട് വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു വലിയ പള്ളി എന്നുള്ള പ്രതീക്ഷയിൽ വരേണ്ട, പള്ളിയുടെ വ്യത്യസ്തത വേണം, അതിൻ്റെ നിർമ്മാണത്തിലെ വ്യത്യസ്ത മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.